ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം വ്യക്തമായിട്ട് രണ്ടുപേരോടും പറയാം. ആ കുഞ്ഞിന് ഇവിടെ ഒരു സങ്കടം ഉണ്ടാകരുത്. അതിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ കുഞ്ഞിനെ തിരികെ ഹരിയുടെ അടുത്തുണ്ടാക്ക്. മനസ്സിലായോ? കൊല്ലാൻ ആള് വന്ന നിലനിൽക്കാനുള്ള നമ്മളും ചെയ്യണ്ടേ? ആ അതിനി ആര് വന്നാലും ഇനി അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എനിക്കും എന്റെ മോൾക്കും ഇനി ഇവരെ കാണണ്ട. ഇറങ്ങിപ്പോടാ. നീ ആണാണെങ്കി നാളെ അവൻ ചത്തു മലച്ച് കിടക്കണം. കല്യാണി മോളെ, നാളെ അമ്മൂമ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോവാനുണ്ട്. മോള് വരുന്നോ? എവിടെ പോവാനാ? ഒരു ബന്ധുവിന്റെ വീട്ടിലാ. കുറച്ച് ദൂരെയാ. അവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. ആ ആരും ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. താൻ വാ. ഇതെന്താ ആരും ഉറങ്ങാതിരുന്നേ? കല്യാണി ഭക്ഷണം കഴിച്ചോ അമ്മേ? കല്യാണിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതേ നീയല്ലേ? നിങ്ങൾ രണ്ടും എവിടെ പോയിരിക്കായിരുന്നു ഇതുവരെ? അത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണ്ടായിരുന്നമ്മേ. നീ അവിടെ ഇരുന്നേ. എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളകത്തേക്കല്ലേ? വിപിനെ, വീണേ മകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ നിന്നോട് പറഞ്ഞത് എന്തിനായിരുന്നു? നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി കാണാൻ. പക്ഷേ അങ്ങനെ ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞെ വേറെ വീട്ടിൽ വളർന്നതാ. അവിടെയുള്ളവരെ അവളെ പൊന്നുപോലെയാ നോക്കിയിരുന്നത്. നിങ്ങൾ അതിനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? നിങ്ങൾ ആരെങ്കിലും അതിനെ നോക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? കല്യാണി അങ്ങനെ പരാതി പറഞ്ഞോ? മോള് പരാതി പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു കാര്യം വ്യക്തമായിട്ട് രണ്ടുപേരോടും പറയാം. ആ കുഞ്ഞിന് ഇവിടെ ഒരു സങ്കടം ഉണ്ടാകരുത്. അതിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ കുഞ്ഞിനെ തിരികെ ഹരിയുടെ അടുത്തുണ്ടാക്ക്. മനസ്സിലായോ? നോക്കച്ച, അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അടുക്കുന്നില്ല അല്ലേ? പിന്നെ അമ്മ എന്ന വാക്കിന് എന്താ അർത്ഥം? സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള ട്രെയിനിങ് ഒന്നും രണ്ടുപേർക്കും തരാനൊന്നും പറ്റില്ല. കുറച്ചു നേരത്തെ കൊച്ചി ഇവിടെ തനിച്ചു വന്നിരുന്ന് നിലവിളിക്കായിരുന്നു. ചുറ്റുമുള്ളവരെയൊക്കെ അവക്ക് പേടിയാണെന്ന്. ഇത്രയും ദിവസമായിട്ടും പേടി മാത്രമേ അവക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുള്ളെങ്കിലേ നിങ്ങൾ നല്ല മാതാപിതാക്കളാണ്. വിപിനെ, ഇപ്പൊ നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നതൊക്കെ എനിക്കറിയാം.
നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അധികം താല്പര്യം കാണിക്കണ്ട. ദേ, വീണയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പ്രതികാരം കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. സ്വന്തം ജീവിതം ഭദ്രമാക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. തലയാട്ടിയാ പോരാ, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. തൽക്കാലം രണ്ടുപേരും ചെല്ല്. ഇതിന്റെ പേരിലെ കുഞ്ഞിനെ ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. എടോ, വീണ വന്നു കയറിയ ദിവസം നമ്മൾ എന്താ കരുതിയത്? അവളെ പോലൊരു പെൺകുട്ടിയേ ഇല്ലെന്നല്ലേ? ഇനിയിപ്പോ അത് മാറ്റി ചിന്തിക്കേണ്ടി വരുവോ? എല്ലാം ശരിയാവുന്നേ. ഉത്തരവാദിത്വ ബോധമില്ലാതെ നടന്നതല്ലേ രണ്ടാളും. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ആ, മനസ്സിലാക്കിയാ കൊള്ളാം. ചേട്ടാ, 2 ദോശ. എടാ, ഇന്ന് ഞാൻ കോടതിയിൽ പോയിരുന്നില്ലേ? ഇയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആണോ? എന്തായിരുന്നു അണ്ണന്റെ പെർഫോമൻസ് എന്നറിയോ? കൊലപാതക കുറ്റത്തിൽ നിന്നാ മാനസിക രോഗി എന്നും പറഞ്ഞ് കൂളായിട്ട് പുറത്തിറങ്ങി പോരുന്നത്. അതെ ചേട്ടാ, ഈ ഭ്രാന്തനായിട്ട് അഭിനയിച്ചാലേ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റോ ചേട്ടാ? സത്യം പറ ചേട്ടാ, ശരിക്കും ചേട്ടൻ കൊന്നതല്ലേ? അതെ, ഈ അഭിനയമൊക്കെ കോടതി മതി, ഞങ്ങളടുത്ത് വേണ്ട. ഓ, നമ്മക്കൊന്നും ഇതൊന്നും അറിയില്ലെന്ന അയാളുടെ വിചാരം. അതെ, ഫ്രോഡ് കേസ് ഇതൊക്കെ വെറുതെ കോടതിയെ പറ്റിക്കാനായിട്ട്. കണ്ടാലെന്ത് മാന്യനാ, പക്ഷെ ജോലിയെ കൊലപാതകം. ദേ വരുന്നുണ്ടാ. ഓ, അവന്റെ ഒരു യോഗം വലിയ പുള്ളിയാണെന്ന വിചാരം. മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ എന്ത് കാണിച്ചാലും രക്ഷപ്പെടാമല്ലോ. വിഷു എന്താണ് വിഷു? നിന്നെ വിഷു